ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറിയതു മുതൽ നടപ്പിലാക്കുന്ന താരിഫ് വർധന ഇപ്പോൾ പ്രതികാര താരിഫ് വർധനവും കടന്ന് കടുത്ത വ്യാപാര യുദ്ധത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. കൂടാതെ കാനഡ, മെക്സിക്കോ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ട്രംപ് ഉയർത്തിയ താരിഫ് യുഎസിന് തന്നെ തിരിച്ചടിയായി വന്നിരിക്കുകയാണ്. ഇതിനിടയിലാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കാൻ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ രംഗത്തെത്തുന്നത്. എന്നാൽ ഇന്ത്യ യുഎസുമായി യാതൊരു വ്യാപാര താരിഫ് പ്രതിജ്ഞാബദ്ധതയും നടത്തിയിട്ടില്ലെന്നാണ് വാണിജ്യ സെക്രട്ടറിയായ സുനിൽ ബർദ്വാൾ പാർലമെന്ററി പാനലിനോട് വ്യക്തമാക്കിയത്. കൂടാതെ അമേരിക്കയുമായുള്ള വ്യാപാര താരിഫ് കുറയ്ക്കുന്നതിൽ ഇന്ത്യ യാതൊരു ഉറപ്പും നൽകിയിട്ടില്ലെന്നും തങ്ങളുടെ താരിഫ് കുറയ്ക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ട്രംപിന്റെ സമീപകാല പ്രസ്താവന ട്രംപിന് തന്നെ തിരിച്ചടിയായി മാറിയതുമായുള്ള ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രണ്ടാം തവണയും അധികാരമേറ്റ് ആഴ്ചകൾ മാത്രം പിന്നിട്ടിട്ടും ട്രംപ് ആഗോള വ്യാപാരത്തെ നിലനിർത്തിക്കൊണ്ട് സുഹൃത്തുക്കളെയും ശത്രുക്കളെയും ഒരുപോലെ ലക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഉന്നത വിദഗ്ധരുടെ അഭിപ്രായം. എല്ലാ വ്യാപാര പങ്കാളികളെയും അന്യായമായ രീതികളിൽ കുറ്റപ്പെടുത്തുകയും ഒപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് പരസ്പര താരിഫുകൾ അടുത്ത മാസം മുതൽ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം യുഎസിന് കനത്ത തിരിച്ചടിയായി മാറുമെന്നും ഉന്നത വിദഗ്ധർ വ്യക്തമാക്കി. കഴിഞ്ഞയാഴ്ചയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വൻതോതിലുള്ള താരിഫുകളെ വിമർശിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയത്. ഇനി ഇന്ത്യയിലേക്ക് ഒന്നും വിൽക്കാൻ കഴിയില്ല, എല്ലാത്തിനും നിയന്ത്രണം കൊണ്ടുവരും എന്ന രീതിയിലാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയതും. കൂടാതെ ഇക്കാര്യം ഇന്ത്യയും സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ നിലവിൽ താരിഫ് ഗണ്യമായി കുറയ്ക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും അതിനുള്ള കാരണം അവർ തന്നെ വ്യക്തമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ യുഎസിനോട് യാതൊരു പ്രതിജ്ഞാബദ്ധതയും നൽകിയിട്ടില്ല എന്ന് തുറന്നടിക്കുകയായിരുന്നു ഇന്ത്യ. കൂടാതെ ഈ വിഷയം പരിഹരിക്കാൻ സെപ്റ്റംബർ വരെ സർക്കാർ സമയം തേടിയിട്ടുണ്ടെന്നും വ്യക്തമാക്കി. അതേസമയം ഇന്ത്യയും യുഎസും പരസ്പരം പ്രയോജനകരമായ ഒരു ഉഭയകക്ഷി വ്യാപാര കരാറിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും താരിഫ് ക്രമീകരണങ്ങൾ തേടുന്നതിന് പകരം ഒരു വലിയ വ്യാപാര സഹകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വലുതും അഞ്ചാമത്തെ വലുതുമായ സമ്പദ് വ്യവസ്ഥകൾ പരസ്പരം പ്രയോജനകരമായ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇന്ത്യയുടെ വിവര സാങ്കേതിക വിദ്യ സേവന മേഖലകൾക്ക് അമേരിക്ക ഒരു നിർണായക വിപണിയാണെങ്കിലും ഈ അടുത്ത വർഷങ്ങളിൽ വാഷിംഗ്ടൺ ന്യൂഡൽഹിയിലേക്ക് പുതിയ സൈനിക ഹാർഡ്വെയർ വിൽപ്പനയിലൂടെ കോടിക്കണക്കിന് ഡോളർ സമ്പാദിച്ചു എന്ന റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ടും ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ താരിഫ് ഭീഷണികൾ നയരൂപീകരണക്കാരെ ഏറെ ആശങ്കയിലാക്കി. കാരണം ഇന്ത്യയുടെ കയറ്റുമതി ഇതിനകം തന്നെ ഒരു വലിയ ആഘാതം നേരിടുന്നുണ്ടെന്ന് അടുത്തിടെ വന്ന ഒരു റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. അത് ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ കയറ്റുമതിയെ ഒന്നടക്കമാണ് ബാധിച്ചതും. കൂടാതെ ട്രംപിന്റെ നിർദ്ദിഷ്ട താരിഫുകളുടെ വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണെന്ന റിപ്പോർട്ടുകളും ഏറെ പ്രതിസന്ധിയിലാക്കി. ഏപ്രിൽ 2 മുതൽ രാജ്യങ്ങൾക്ക് പരസ്പര താരിഫ് ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് വ്യാപാര പങ്കാളികൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന താരിഫുകളുമായി പൊരുത്തപ്പെടുന്നതിന് ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കുകയും യുഎസിന് വൻ തിരിച്ചടിയാകുകയും ചെയ്തു. യുഎസും ഇന്ത്യയും തമ്മിലുള്ള ഇറക്കുമതി തീരുവയിലെ ഗണ്യമായ വ്യത്യാസം കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായിരിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യുഎസ് ഒരു പ്രധാന വിപണിയായതിനാൽ തന്നെ ഈ താരിഫ് മാറ്റങ്ങൾ ഇന്ത്യയുടെ യുഎസിലേക്കുള്ള കയറ്റുമതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയേക്കാം എന്നാണ് ഉന്നതർ വ്യക്തമാക്കുന്നത്. കൂടാതെ ഇന്ത്യയിലേക്കുള്ള യുഎസ് ഉൽപ്പാദന കയറ്റുമതിക്ക് പ്രത്യേകിച്ച് പാദരക്ഷകൾ, യന്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് നേരിടേണ്ടി വന്നേക്കാം.